പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ്. ഇന്നൊരു നല്ല ഞായറാഴ്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാങ് ഓവറാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിയുമ്പോൾ തൊട്ടേ നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഓണം ഇനി ആഘോഷിക്കാനുണ്ടോ എന്ന് നമ്മളിങ്ങനെ തപ്പി നടക്കും. കാരണം നമുക്കങ്ങോട്ട് വിട്ടുപിരിയാൻ പറ്റുന്നില്ല. അത്രയും നല്ലൊരു ആഘോഷം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നടങ്കം ആഘോഷിക്കുന്നൊരു കാര്യം. അപ്പോൾ ആ ഓണത്തിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടിട്ടില്ല. ഓണത്തിന് അത്രയും നാൾ നമ്മൾ ഷുഗർ ഇല്ലാത്ത ഭക്ഷണം കഴിക്കണം, ഷുഗർ ഫ്രീ ഡയറ്റ് വേണം എന്നൊക്കെ പറഞ്ഞവർ ഓണത്തിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ പായസമൊക്കെ കഴിച്ച് ഡയറ്റൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വീണ്ടും നമ്മളൊന്ന് ഡയറ്റൊക്കെ നോക്കി വരുമ്പോൾ അടുത്ത എന്ത് വരും? ക്രിസ്മസ് വരും. അങ്ങനെ ക്രിസ്മസ്, ന്യൂ ഇയർ വീണ്ടും നമ്മുടെ എല്ലാം പൊട്ടും. പക്ഷെ എന്തായാലും ഉത്സവങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്ന നല്ല നല്ല നാളുകളാണ്. ഓണം വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഇനി അങ്ങോട്ട് അടുപ്പിച്ച് ഉത്സവങ്ങൾ. ഇപ്പോൾ ദീപാവലി, നവരാത്രി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ പിന്നെ ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി. അടിപൊളി. അപ്പോൾ ഇനി ഈ വർഷം അവസാനിക്കാൻ 3 മാസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യം വരട്ടെ, നല്ലോണം സ്വർണ്ണമൊക്കെ നൽകാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ? നമ്മുടെ ആദ്യത്തെ കോളർ റെഡിയാണ്. ഈശ്വരന്മാരെ, ഏത് സിനിമയിൽ അങ്ങനെ ഇടാലും ഈശ്വരന്മാരെ എന്ന് പറയല്ലേ, അതുപോലെ ഈശ്വരന്മാരെ, നമ്മുടെ ആദ്യത്തെ കോളറിന് നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിക്കട്ടെ. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് ഗോപിക എന്നാണ്. ഗോപിക വസന്തം. എവിടുന്നാ വിളിക്കണേ ഗോപിക? നെയ്യാറ്റിൻകരയെന്നാണ്. ഓക്കെ. ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ ഇതേ പാട്ട് പാടി കാണുമല്ലോ. പാടിയിട്ടുണ്ട്. അതാണ് എനിക്കറിയാം. നമ്മുടെ നമ്പറുകൾ നമുക്കറിയാലോ. ശരി ഗോപിക, കൊല്ലത്തുനിന്ന് വിളിക്കണേ. ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടോ വീട്ടില്? ഉണ്ട്, എല്ലാരും ഉണ്ട്. ശരി. അപ്പൊ എന്താണ് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം എന്താണ്? ഞായറാഴ്ച ചോറ് എല്ലാം ഉണ്ട്. ഞായറാഴ്ച സ്പെഷ്യൽ എല്ലാം ഉണ്ട് അല്ലേ? സ്പെഷ്യൽ ഇന്നൊന്നും എടുക്കില്ല. അതെന്താ അങ്ങനെ ഗോപിക? അതൊക്കെ വളരെ മോശമല്ലേ? നമുക്ക് ആകെ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഞായറാഴ്ച വരാറുള്ളൂ. എല്ലാ ദിവസവും ഒരിക്കലല്ലേ വരാറുള്ളൂ. അപ്പൊ നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മൾ ഒന്നെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ വല്ല ഇറച്ചിയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഒക്കെ വീട്ടിലുണ്ടാക്കണം. അതുകൊണ്ടാണ് എടുക്കാത്തത്. എന്താ? സുഖമില്ല, മക്കൾക്ക് പനിയാണ്. അയ്യോ അത് ശരി. ഇപ്പൊ എല്ലായിടത്തും ഒരു വളരെ മോശപ്പെട്ട വയറിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും. നല്ലോണം വെള്ളം കൊടുക്കുക കുട്ടികൾക്ക്. ഓക്കെ ശരി. ഓക്കെ. അപ്പൊ ഗോപിക നല്ലൊരു സ്വർണ്ണ നാണയം അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്പർ പറഞ്ഞോളൂ. നമ്പർ പറയാനേ 25. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോളർ പറഞ്ഞിരിക്കുന്ന നമ്പർ 25 ആണ്. നമ്പർ പറഞ്ഞിട്ട് ടി വിയുടെ അടുത്തേക്ക് പോയി എന്ന് തോന്നുന്നു, കാരണം എനിക്ക് എന്റെ ശബ്ദം കേൾക്കാം. 25 ഞാൻ തുറക്കാൻ പോവാണ്. ഗോപിക നോക്കിക്കോളൂ. അയ്യോ ഗോപിക, സ്വർണ്ണ ഇല്ല. അയ്യോ, ഇതിനു മുൻപ് കിട്ടിയിട്ടുണ്ടോ സ്വർണം? ഇല്ല, കിട്ടിയിട്ടില്ല. അതാ സാരില്ലേ. ഗോപിക വീണ്ടും വിളിക്കോ? വിളിക്കും. അതാണ്, അത് വേണം. അത്രയും നമുക്കൊരു ഇത് വേണം കേട്ടോ, ഡിറ്റർമിനേഷൻ വേണം. വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു ഗോപിക. ബൈ. ഓക്കെ. വാശിയോടെ പോരാടുന്നവർക്ക് വേണ്ടിയുള്ളൊരു പരിപാടിയാണ് നമ്മുടെ ഈ സ്വർണ്ണവർഷം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കൽ വിളിച്ചു, കോള് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ഒരിക്കലും നമുക്കിതിൽ പങ്കെടുക്കാനോ ആ ഒരു സ്വർണം കിട്ടാനുള്ളൊരു അവസരം പോലും നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തിന് ഞാൻ വീണ്ടും ശ്രമിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ശ്രമിച്ചാൽ കിട്ടാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട്, ശ്രമിച്ചില്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് വിളിച്ച് കിട്ടുന്നവരെല്ലാവരും ആ വാശിയോടെ ശ്രമിച്ചവർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിലാണ് നമ്മളെ ഗോപിക വിളിച്ചത്. ഗോപിക അതേ വാശിയോടെ വീണ്ടും വിളിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കൃഷ്ണകുമാരി. കൃഷ്ണകുമാരി, എവിടുന്നാ വിളിക്കുന്നേ? കണിയാപുരത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
ഓക്കെ, കൃഷ്ണകുമാരി എന്തൊക്കെയുണ്ട് വിശേഷം? ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിപൊളിയായിരുന്നു ഓണം അല്ലേ? അതെ അതെ. എങ്ങനെയാണ്, വീട്ടിലെ സദ്യ ഒക്കെ ഉണ്ടാക്കിയോ അതോ പുറത്തുനിന്ന് സദ്യ വാങ്ങിയോ, പുറത്ത് പോയി കഴിച്ചോ? പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടിയേ ഇല്ല, വീട്ടില് തന്നെയാണ്. ഓ എനിക്ക് വയ്യ, നമ്മള് കഷ്ടപ്പെട്ട് വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കും അല്ലേ? അതെ അതെ അതെ. അതാണ്. എന്തൊക്കെ പായസം, ഏതൊക്കെ പായസം ഉണ്ടായിരുന്നു? പായസം ഒന്നേ ഉള്ളായിരുന്നു, അടപ്പായസം. ഓക്കെ, അടിപൊളി. അപ്പൊ ഓരോന്നാ, ഓരോ ദിവസവും ഓരോന്ന്. എന്നിട്ട് പൂക്കളൊക്കെ ഇട്ടായിരുന്നോ വീട്ടില്? അടിപൊളി. ഓക്കെ, അപ്പൊ നല്ലൊരു ഓണമായിരുന്നു. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അടുത്ത സ്വർണത്തിനായി കാത്തിരിക്കുകയാണ് അല്ലേ? അതെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ കൃഷ്ണകുമാരി. 56 ആണ് കൃഷ്ണകുമാരി ഫ്രം കണിയാപുരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 56 തുറന്ന് നോക്കാം. നോക്കിക്കോളൂ. സോറി കൃഷ്ണകുമാരി, സ്വർണ്ണയില്ല. സാരില്ല, വീണ്ടും വിളിക്കണം കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ? വീട്ടിൽ ഞാനും മകളും ഉണ്ട്. ഇളയ മകൾ ഇവിടെ അല്ല, ബാംഗ്ലൂരാണ്. ഓണത്തിന് വന്നായിരുന്നു, വന്നിട്ട് തിരിച്ചു പോയി. ഓക്കെ, അപ്പൊ ഇപ്പൊ കൂടെ ഉള്ളത് മൂത്താളാണോ? അതെ. മൂത്താൾ എന്ത് ചെയ്യാ? മൂത്താൾ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ മോളോട് അന്വേഷണം പറയാം. മോളുടെ പേര് പറഞ്ഞോളൂ. പ്രതിഭ. ഓക്കെ. ഹായ് പ്രതിഭ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നെക്സ്റ്റ് ടൈം വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു, ബൈ. അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് എത്രയൊക്കെ അതൊരു ബുദ്ധിമുട്ടല്ല എന്നുള്ളതാണ്. എത്രയൊക്കെ നമ്മൾ രാവിലെ എണീക്കണം, എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കി തന്നെ സദ്യ കഴിക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ കാലമൊക്കെ ഒത്തിരി മാറി അല്ലേ? ഞാൻ പുറത്തുനിന്ന് നല്ല സദ്യ കിട്ടുന്ന സമയം നമ്മൾ എന്തിനാ വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? നമുക്ക് അത്രയും സമയം കൂടെ പിള്ളേരോടൊപ്പം സന്തോഷമായിട്ട് ഇരുന്നൂടെ? കഷ്ടപ്പെടുന്ന ജോലികൾ വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു മനസ്ഥിതിയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും അല്ലേ? അപ്പോൾ നമുക്ക് അത്രയും കൂടെ സമയം സന്തോഷമായിട്ട് വീട്ടിലിരിക്കാം. സദ്യ ഉണ്ടാക്കുകയും കൊണ്ടുവരുന്നൊക്കെ വേറെ എങ്ങനെ ചെയ്തോട്ടെ, ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് കഴിക്കുക എന്നുള്ളതല്ലേ പ്രധാനം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സജി. എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ കൊല്ലത്തുനിന്ന് വിളിക്കുക. ഈ സജി എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പേരിന്റെ ഷോർട്ട് ഫോം ആണോ? സജിത ഷോർട്ട് ഫോം, സജീറ? വെറും സജി മാത്രമേ ഉള്ളൂ. സജി, അതെന്താണ്? ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്നപ്പോ പെൺകുട്ടി വന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പേരിട്ടത്? ആണല്ലേ? സാരമില്ല. ഓക്കെ, വന്നത് പെണ്ണാണെങ്കിലും ഞങ്ങൾ അങ്ങനെ സമ്മതിക്കില്ല, ഞങ്ങൾ സജീന്ന് പേരിടുന്നത് അല്ലേ? ശരി, ഓക്കെ, സാരില്ല. എന്നാലും ഒരു വ്യത്യാസമുള്ള പേരല്ലേ, ഞാൻ ഒരിക്കലും മറക്കില്ല സജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും 2 മക്കള്, ഹസ്ബൻഡ്. അത് ശരി. ഓക്കെ, അപ്പം മക്കളുടെ ഒക്കെ പേര് പറയൂ. മോന്റെ പേര് സുജിൻ, ഒരാളുടെ പേര് ഇളയാളുടെ പേര് സുബിൻ. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാരും സൂ ആണല്ലേ? അവിടെ 1983 ഞങ്ങളുടെ വീട്ടിലെല്ലാരും സൂവാ എന്ന് പറയുന്ന പോലെ. ശരി, ഓക്കെ. ആ സിനിമ കണ്ടിട്ടുണ്ടോ? 1983 കണ്ടിട്ടുണ്ടോ? സിനിമ 1983 കണ്ടോ? സിനിമ കണ്ടോ? കണ്ടില്ല. അയ്യോ, അത് കാണണം. അത് കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന തമാശ മനസ്സിലാവും. നിവിൻ പോളിയുടെ മറ്റേ ക്രിക്കറ്റിന്റെ സിനിമ 1983. അതില് നിവിൻ പോളി കല്യാണം കഴിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ ഇതുപോലെയാണ്, സുബിൻ, സുജി. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും സൂവ എന്ന് പറയും. അതിനൊരു ഭയങ്കര ഹിറ്റായ ഡയലോഗ് ആയിരുന്നു അത്. ഇനി കണ്ടു നോക്കണം കേട്ടോ. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. മോനെ ഇഷ്ടമുള്ള നമ്പർ പറയടാ. മോൻ പറഞ്ഞ നമ്പർ 60. മോൻ പറഞ്ഞ നമ്പർ 60. അപ്പൊ അതിൽ സ്വർണ്ണം ഇല്ലെങ്കിലും മോനെ മാത്രമേ കുറ്റം പറയാൻ നമ്മൾ പാടുള്ളൂ, അതല്ലേ അതിൽ ഉദ്ദേശിച്ചത്? ശരി, 60 ഞാൻ തുറന്ന് നോക്കാം. ഓക്കെ. മോൻ എന്താ ചെയ്യണേ? കൊച്ചുകുട്ടിയാ? മോനിപ്പോ ITI പാസ്സായി നിൽക്കുന്നു. ITI പാസ്സായി നിൽക്കാണ്. ഓക്കെ, അപ്പൊ 60 ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. അയ്യോ, മോനെ വെറുതെ വിട്ടേക്കു, ഒന്ന് വിരട്ടി വിട്ടാ മതി, കൊല്ലണ്ട. 60 സ്വർണ്ണം ഇല്ല കേട്ടോ. എവിടെ വരട്ടാൻ? അവിടെ വീട്ടിൽ പോലും കാണൂല. അവൻ അടുക്കളയുടെ വാതിലൂടെ അവൻ ഓടി രക്ഷപ്പെട്ടു. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ബൈ ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് സജിയാണ്. ഓക്കെ, അപ്പം സജി നല്ല ജോളിയായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ തമാശകളൊക്കെ മനസ്സിലായി. ചിലർക്ക് നമ്മളിങ്ങനെ തമാശ പറയുകയും വേണം, പിന്നെ എന്താണ് തമാശ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം, എന്നാലും ചിരിക്കില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. പക്ഷെ സജി അങ്ങനെയല്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സാരില്ല, അടുത്ത വർഷം വീണ്ടും വിളിക്കാം. അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
ഒന്നുകൂടെ പറയാമോ? അനിൽകുമാർ. അനിൽകുമാർ. എവിടുന്നാ വിളിക്കുന്നേ? അതെ, ഞങ്ങൾ രാമപുരം, കോട്ടയം. കോട്ടയം അല്ലേ? ഓക്കെ, ക്ലിയർ അല്ല കേട്ടോ. ഇത്രയും കൂടി ഒന്ന് ഉറക്കെ സംസാരിക്കണം കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്ത് ചെയ്യുന്നു? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ ആണോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ. ശരി, എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിൽ. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ജോലി? ഭയങ്കര വർക്ക് സ്ട്രെസ് ഒക്കെ ആണോ? വർക്ക് ലോഡ് ഉണ്ടോ? വർക്ക് സ്ട്രെസ് ആണോ? എന്ത് പറയുന്നു? വർക്ക് ലോഡ് ഒന്നും ഇല്ല, വളരെ ജോയ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. 3 ദിവസം വർക്ക് ഫ്രം ഹോം ആണ്. കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം ആണോ? ഹൈബ്രിഡ് ആണോ? ഇല്ല, 3 ദിവസം നമുക്ക് ഓഫീസിൽ പോകണം, ബാക്കി വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഹൈബ്രിഡ് ആണ് അല്ലേ? ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അനിൽകുമാർ. 48. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനിൽ? വൈഫുണ്ട്, അമ്മയുണ്ട്. ഓക്കെ, ശരി. വൈഫും ഈ ഫീൽഡ് ആണോ? സോഫ്റ്റ്വെയർ ഫീൽഡ് ആണോ? ഇല്ല, ഹൗസ് വൈഫ് ആണ്. 48 തുറന്നു. ഓക്കെ, 48 തുറക്കാൻ പോവാൻ നോക്കിക്കോളൂ. അയ്യോ അനിൽകുമാർ, സ്വർണ്ണ ഇല്ല. സാരില്ല അനിൽകുമാർ, ഇത് നമ്മള് ഏതാ കണക്ട് ചെയ്തു തന്നെ നല്ലൊരു ഭാഗ്യം. അതന്നെ. അതാണ്. സോ എന്തായാലും നല്ല അടിച്ചു പൊളിച്ച് ജോലി ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കാരണം പലപ്പോഴും നമ്മൾ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ചൊരു ചീത്തപ്പേര് വരുന്ന അതാണ്. ഭയങ്കര വർക്ക് ലോഡാണ്, ഭയങ്കര വർക്ക് സ്ട്രെസ് ആണെന്നുള്ളൊരു ചീത്തപ്പേരാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇനി അങ്ങനെ അല്ല എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അത് കുറച്ച് പേർക്ക് ലോഡ് ഉണ്ടാവും, കുറച്ച് പേർക്ക് ലോഡ് ഉണ്ടാവില്ല. കറക്റ്റ്. താങ്ക് യു സോ മച്ച് അനിൽകുമാർ ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. ഓക്കെ, ബൈ. അനിൽകുമാർ പറഞ്ഞത് വളരെ വാസ്തവമായ ഒരു കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വർക്ക് സ്ട്രെസ്സിനെ പല കാര്യങ്ങൾക്കും നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷേ ഈ വർക്ക് സ്ട്രെസ് ഇപ്പം 10 പേർക്കുണ്ടെങ്കിൽ ഈ 10 പേരും അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി 10 രീതിയിലായിരിക്കും അല്ലേ? ചിലർ ആ വർക്ക് സ്ട്രെസ്സിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആവും, ചിലർ ആ സ്ട്രെസ് റിലീവ് ചെയ്യാൻ സ്വയമായിട്ട് ഓരോരോ വഴികൾ കണ്ടെത്തും, ചിലരെല്ലാം ഒരു ജോളിയായിട്ട് നോക്കിക്കാണും. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതി വേറെയാണ്. സോ അതും കൂടെ നമ്മളൊന്ന് കണക്കിലെടുക്കണം. ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ വർക്ക് സ്ട്രെസ് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ആവാനുള്ള വഴിയില്ല. വർക്ക് സ്ട്രെസ് എല്ലാവർക്കും ഒരുപോലെയുള്ള വർക്ക് ആയിരിക്കും. ചിലർക്ക് വർക്ക് കൂടുതലായിരിക്കും, പക്ഷെ എന്നാൽ പോലും അവരത് എടുക്കുന്ന രീതി വേറെ ആയിരിക്കും അല്ലേ? എങ്ങനെ എടുക്കണം എന്നുള്ളത്. സോ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം എങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷംന. എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട് വിളിക്കുന്നേ. ഷംന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ സംസാരം കേട്ട 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ പോലെയാ തോന്നുന്നേ. എന്താണ് ഷംന, എന്ത് ചെയ്യുന്നു ഷംന? പ്ലസ് 2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി അടുത്ത എന്താണ് പരിപാടി? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുക. ആഹാ, അതെന്താണ് ആ ഒരു മേഖല ഇഷ്ടമാണോ? ക്രിയേറ്റിവിറ്റി, ഡിസൈനർ ആവാനൊക്കെ എങ്ങനെയാണ് ഇഷ്ടം? സ്വയം ഉണ്ടോ അതോ വീട്ടുകാർ പറഞ്ഞു? ആ കോഴ്സ് പഠിക്കാൻ തോന്നി പഠിച്ചു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? വരയ്ക്കോ? അങ്ങനത്തെ ആർട്ടിസ്റ്റ് ആണോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. വെറുതെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ തോന്നി? അതൊരു ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു കാര്യമാണല്ലോ. ഷംന പാട്ട് പാടുവോ? ഇല്ല. ഷോ, വെറുതെ നുണ പറയല്ലേ കേട്ടോ. സത്യമായിട്ടും ഞാൻ പറഞ്ഞില്ല. ശരി, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വേറെ ഉമ്മ, ബ്രദർ. ബ്രദർ ഏതാ? അനിയൻ കുട്ടിയോ അതോ ചേട്ടൻ കുട്ടിയോ? ചേട്ടനാണ്. ഓക്കെ, ശരി. അപ്പൊ ഷംന ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 47 ആണ്. ചേട്ടൻ പറഞ്ഞ നമ്പർ ആണോ ഷംനയുടെ നമ്പർ ആണോ? ചേട്ടൻ പറഞ്ഞാണോ? ചേട്ടൻ പറഞ്ഞതാ. ശരി, അപ്പൊ 47 തുറക്കുക. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ ഷംന, 47 സ്വർണ്ണം ഇല്ല. സാരില്ല കേട്ടോ. അപ്പൊ ഷംന വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്യും? വെറുതെ ഇരിക്കും അല്ലേ? TV കാണും അല്ലേ? ശരി. ഷംന ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു സിനിമ ഏതാ? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. സിനിമ ഒന്നും കാണില്ലേ? കാണലൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കണ്ടില്ല. കുട്ടിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമായിരുന്നു. കുട്ടി മിണ്ടണില്ല. ശരി, ഓക്കെ, സാരില്ല ഷംന, സാരില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. ഷംന ഒരല്പം നാണമുള്ളൊരു നേച്ചറാണ് തോന്നുന്നു. അങ്ങനെ മിണ്ടാനൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് കളിയാക്കിയതേ ഉള്ളൂ. ഷംന അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം കേട്ടോ.
ഓക്കേ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നിഷ. 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 മിഷ. മിഷയാണോ? ആ, മിഷ എവിടുന്നാ വിളിക്കുന്നേ? കരമന. കരമനയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ മിഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല, അങ്ങനെ പോന്നു. ആ മിഷ, ടെലിവിഷന്റെ വോള്യൂം ഒന്ന് നന്നായി കുറയ്ക്കാമോ? കുറച്ചു. ഓക്കെ മിഷ, വീട്ടിലാരൊക്കെയുണ്ട് മിഷ? വീട്ടിൽ ചേട്ടനുണ്ട്, മോളുണ്ട്. ഓക്കെ മിഷ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഹലോ. നമ്പർ പറയൂ. ഹലോ. മിഷ നമ്പർ പറയൂ. സ്ക്രീനിൽ കാണുന്നത് 24. 24. ഓക്കെ, 24ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മിഷ, നല്ല പേരാ മിഷ. അപ്പൊ 24 ഞാൻ തുറക്കാൻ പോകുന്നു. മിഷ നോക്കിക്കോളൂ. അയ്യോ, 24ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല മിഷ. ഓ സാരില്ല, വിളിച്ചു കിട്ടി, അതിന്റെ വക്ക് വരെ എത്തി, പക്ഷെ സ്വർണ്ണം ഇല്ല. വീണ്ടും വിളിക്കോ? താങ്ക് യു സോ മച്ച്. ബൈ. ദൈവമേ, ഞാൻ തുടക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ വാട്സാപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പക്ഷെ എന്നാലും വാട്സാപ്പ് മെസ്സേജസ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ അറിയാം. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ ഞാൻ പറയാണ്, അതായത് നമുക്കിപ്പോൾ നിങ്ങൾ വിളിക്കുന്നവർക്ക്, നിങ്ങൾ വിചാരിക്കും വിളിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ. അങ്ങനെയല്ല, വിളിച്ച് കിട്ടാത്തവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. 80860, ഞാൻ ഈ പറയുന്ന നമ്പർ ശ്രദ്ധിച്ച് കേൾക്കുക. 80860114443. ഓക്കെ, 11443. ഈ ഒരു നമ്പറിലേക്ക് 12:45 വരെ മാത്രം, 12:45 കഴിഞ്ഞാൽ വരുന്ന മെസ്സേജസ് നമ്മൾ പരിഗണിക്കില്ല. 12:45 വരെ വരുന്ന മെസ്സേജസ് നമ്മൾ പരിഗണിക്കും. അതിലേക്ക് നിങ്ങൾക്ക് ഏത് നമ്പറിലാണോ സ്വർണ്ണം ഉണ്ടാവുക, നിങ്ങൾക്ക് തോന്നുന്ന നമ്പർ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ പേരും സ്ഥലവും അതിനോടൊപ്പം വെച്ച് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക, വാട്സാപ്പ് അയക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക്. ഈ കോൾസിനകത്ത് നിന്ന് നിങ്ങൾ പറഞ്ഞ നമ്പർ തന്നെ വന്ന് ആ കോളിനകത്ത് ആ സ്വർണം പോവുകയാണെങ്കിൽ ആ നമ്പർ നമ്മൾ പരിഗണിക്കില്ല. കോളേഴ്സ് പറയാത്ത നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വാട്സാപ്പിലൂടെ പരിഗണിക്കും. ഓക്കെ, ഈ വാട്സാപ്പ് നമ്പറിൽ ഒരു കാരണവശാലും വിളിക്കരുത്. എങ്കിൽ ഞങ്ങൾക്ക് ഈ മെസ്സേജ് അയക്കുന്നവരുടെ മെസ്സേജസ് പരിഗണിക്കാൻ ബുദ്ധിമുട്ടായി വരും. ഓക്കെ, ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിളിക്കാനേ പാടില്ലാത്ത നമ്പറാണ് ഞാൻ ഈ പറഞ്ഞ നമ്പർ. ഓക്കെ, സോ എല്ലാവരും വേഗം മെസ്സേജ് അയക്കുക. അടുത്ത കോളർ. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശൈലമ്മ. ശൈലമ്മ. അതെ അതെ. എവിടുന്നാ വിളിക്കണേ? ഞാലിയാവഴി. എവിടുന്നാ? ഞാലിയാവഴി, കോട്ടയത്തെ സ്ഥലമാണ്. അത് ശരി, അത് ശരി, കേട്ടിട്ടില്ല. ഓക്കെ, എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? എന്താണ് പ്രത്യേകത? അങ്ങനൊന്നുമില്ല. ഇത്തിരി നല്ല എന്താ പറയാ, ശാന്തമായ ഇത്തിരി ശാന്തമായ പ്രദേശമാണോ അത്? ശാന്തമായ സ്ഥലമാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ അതാണോ, ആ ശാന്തതയാണോ? വീട്ടിൽ ഒരു ഈച്ചയുടെ ശബ്ദം അല്ലെങ്കിൽ കേൾക്കില്ല, നമ്മൾ വേറെന്തോ പറയുമല്ലോ, ഒന്നിൻ്റെ സൗണ്ട് കേൾക്കില്ല നമ്മൾ പറയില്ലേ, ഒന്നിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ചുറ്റും, ഭയങ്കര നിശബ്ദതയാണല്ലോ. വീട്ടിലാരും ഇല്ലേ? ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അതാണ്, പിള്ളേരാരും ഇല്ല അല്ലേ? മക്കളുണ്ട്, മോളെ കെട്ടിച്ചു, മോൻ വെളിയിലാണ്. അപ്പൊ പിന്നെ സ്വൈര്യം ഉണ്ട് അല്ലേ? ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 51. നമ്മുടെ ബ്ലൂ കളർ ബോക്സ് ആണ്. എങ്ങനെയാ, ഇതിന് മുൻപ് സ്വർണ്ണം ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം കിട്ടുവാണെങ്കിൽ ഇത് ആദ്യത്തേതായിരിക്കും അല്ലേ? അതെ, കിട്ടുവാണെങ്കിൽ ആദ്യത്തെയാ. നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, 51 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ, ആ ഭാഗ്യം ഞങ്ങൾക്കില്ല. ആദ്യമായിട്ട് ഒരു സ്വർണം തരാനുള്ള ഷാമിൽ, എന്താ പേര്? ഷാലിമ എന്നല്ലേ? ശൈലമ്മ. ആദ്യമായിട്ട് ശൈലമ്മ ചേച്ചിക്ക് സ്വർണം തരാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഇല്ല. സാരില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ശരിക്കും നമുക്ക് നമ്മളോടൊപ്പം കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തോന്നും, എൻ്റെ ദൈവമേ എന്നാ ബഹളമാണെന്ന്. സത്യം, ഞാൻ ഇപ്പോൾ വീക്കെൻഡ് അല്ലേ, എൻ്റെ വീട്ടിൽ കുട്ടികളുമായിട്ട് ഇന്നലെ തൊട്ട് നിൽക്കുവാണ്. വീട് കണ്ടാലുണ്ടല്ലോ, വീടിൻ്റെ നമ്മുടെ സോഫയിലൊക്കെ നമ്മൾ ഈ സോഫ കവേഴ്സ് ഇടില്ലേ,
അതൊക്കെ വലിച്ചുകൊണ്ടാണ് ഇളയാള് പോകുന്നത്. മൂത്ത ആളാണെങ്കിൽ കുറേ ടിഷ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ്ട് വീട് മൊത്തം കുളമാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പിള്ളേരൊന്ന് വളർന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ വളർന്നു കഴിയുമ്പോൾ ഇതാ ഇപ്പം നമ്മളെ വിളിച്ച് ശൈലമ ചേച്ചിയുടെ വീട് പോലെ ആയിരിക്കും. കംപ്ലീറ്റ് മൂകത, ഒന്ന് ബഹളം വെക്കാൻ ആരുമില്ല. ഒരു സാധനം വെച്ചെടുത്ത് കാണും, എടുത്ത് മാറ്റാൻ ആരും കാണില്ല. അപ്പോൾ നമുക്ക് പതുക്കെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാന്ന് നമുക്ക് തോന്നും. ദിസ് ഇസ് ദി സ്റ്റോറി ഓഫ് ലൈഫ്. ആരും ഈ ഒരു തോന്നലിൽ നിന്ന് മോചിതരാവില്ല, എല്ലാവരും കടന്നു പോകേണ്ട ഒരു ഫേസാണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, ഹായ്, പേര് പറയാമോ? രാജേന്ദ്രൻ. എവിടുന്നാ വിളിക്കുന്നത് രാജേന്ദ്രൻ? കോട്ടയം ജില്ലയിൽ ഞാലിയാകുഴി. ആഹാ, അയ്യോ, ഇപ്പൊ വിളിച്ച ശൈലം ചേച്ചി അവിടെ തന്നെയല്ലേ വിളിച്ച ഭാര്യയാ വിളിച്ചത്. അതാണ് ഞാൻ ഓർത്ത് സെയിം സ്ഥലത്ത് നിന്നാണല്ലോ വിളിക്കുന്നതെന്ന്. ഭാര്യ ഭർത്താവ് മാറി മാറി വിളിക്കുകയാണല്ലേ? അടുത്ത കോള് കിട്ടി. ആ, അടിപൊളി. സ്വർണം കൊണ്ടേ പോകൂ നമ്മൾ അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാലോ. അപ്പൊ സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ? രാജേന്ദ്രൻ. ആ ശരിയാ, രാജേന്ദ്രൻ. നേരത്തെ പറഞ്ഞില്ല, കഴിഞ്ഞ കോളിൽ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 44. ഓക്കെ, നല്ല വാശിയേറിയ ഒരു ഭാര്യയും ഭർത്താവുമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. 44 നമ്പർ. ഞാൻ തുറന്നു നോക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ല. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും. പിന്നല്ല, വിളിക്കണം. ഭാര്യയും ഭർത്താവും മാറി മാറി വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് സർ. താങ്ക് യു, ബൈ. അടിപൊളി. എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഭാര്യ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭർത്താവ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുറച്ച് എനിക്ക് തോന്നുന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് ആർക്കും സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സാരില്ല, ഇതൊക്കെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്വർണത്തിൻ്റെ പെരുമഴയായിരിക്കും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവർഷം ആണ്. ഇപ്പോൾ ആദ്യമായിട്ട് സ്വർണ്ണവർഷം കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമ്മൾ സ്വർണത്തിൻ്റെ ഒരു പെരുമഴ നൽകുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് വെച്ചാൽ വിളിക്കുന്നവർക്കെല്ലാം സ്വർണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വിളിച്ച ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഈ കാണുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ പറയാം, ആ നമ്പറിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടെങ്കിൽ ആ സ്വർണം നിങ്ങളുടെ വീട്ടിൽ എത്തും. ഇതാണ് നമ്മുടെ പരിപാടി. വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണമുണ്ടെന്ന് തോന്നുന്ന നമ്പർ അറിയിക്കാം. ഇതാണ് നമ്മുടെ പരിപാടി. 12:45 വരെ മാത്രമേ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കരുത്. ഞങ്ങൾ ആ കോൾ എടുക്കില്ല എന്ന് മാത്രമല്ല, മെസ്സേജസ് നമുക്ക് നോക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കാൻ പാടില്ല. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് കടക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ ദീപ ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ധനലക്ഷ്മിയാണോ? അതെ അതെ. എന്തൊക്കെയുണ്ട് ധനലക്ഷ്മി വിശേഷങ്ങൾ? പറഞ്ഞേ, ഓണത്തിന്റെ വിശേഷമൊക്കെ പറഞ്ഞേ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണത്തിന് പനിയായിരുന്നു. അയ്യോ, ഭയങ്കര കഷ്ടമില്ലോ. ഇപ്പോഴും ജലദോഷം കാര്യങ്ങളൊക്കെയാണ്. അല്ല, പനി ആയതുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാതിരുന്നോ? ആഘോഷിക്കാതെ ഇരുന്നില്ല. നമുക്ക് സദ്യയാണല്ലോ നമ്മുടെ ഓണത്തിന്റെ മെയിൻ. അതെ, തട്ടിക്കൂട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി അല്ലേ? അതെ അതെ അതെ. അടിപൊളി. അതാണ് നമ്മള് പനിയൊന്നും നമ്മൾ മലയാളികളെ ഒരിക്കലും പിന്നിലോട്ട് വലിക്കില്ല. അതാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് വീക്കെൻഡ് ആയിട്ട് എന്താണ് പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും മുക്തമായില്ല. സൗണ്ടിനൊരു കിണുക്കുണ്ട്. അതാണ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ ധനലക്ഷ്മി. 37. എനിക്ക് അറിയില്ല പോയോ ഇല്ലയോ എന്ന്. ഇല്ല 37. അവിടെ കറണ്ട് ഇല്ല വീട്ടില്?
കറണ്ട് ഉണ്ട്. കാരണം ഞാൻ ഇതിൽ നോക്കിയില്ല, റാൻഡായിട്ട് പറയാന്ന് വിചാരിച്ചു. നന്നായി. 37 ഒന്നും പോയിട്ടില്ല. അപ്പൊ ഞാൻ തുറക്കാൻ പോവാണ്. ഓക്കെ, ഓക്കെ. നോക്കിക്കോളൂ. അയ്യോ ധനലക്ഷ്മി ഇല്ല, സ്വർണ്ണ ഇല്ല. കറക്റ്റ് ആയിട്ട് ഇല്ലാത്തത് നോക്കി കണ്ടുപിടിക്കണുണ്ടോ? അത് വല്ലാത്ത കഴിവാണല്ലോ. അതെ അതെ. ആണ്, സാരില്ല ധനലക്ഷ്മി, അങ്ങനെ വിചാരിക്കേണ്ട. എന്നാലും ധനലക്ഷ്മി വിളിക്കുന്നുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ധനലക്ഷ്മി. അങ്ങനെ തന്നെ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കുക, നല്ലോണം വെള്ളമൊക്കെ കുടിക്കുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ റെഗുലർലി വിളിക്കുന്ന ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മിക്ക് എങ്ങനെയാണ് എപ്പോഴും കിട്ടണേന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് അത്രത്തോളം ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും വിളിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നത്. ഒരുപാട് ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും കിട്ടും. ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഹൈ ആണല്ലോ, അത്രയും ശ്രമങ്ങളുണ്ട് ഉള്ളപ്പോൾ, അതായിരിക്കും. അപ്പോൾ എല്ലാവരും ധനലക്ഷ്മിക്ക് ഇതുവരെ സ്വർണ്ണം കൊടുക്കണം. എനിക്കൊന്ന് ഒരു തവണ എന്തോ കൊടുത്തു എന്ന് തോന്നുന്നു, പക്ഷേ പിന്നെ കിട്ടിയിട്ടില്ല കൂടുതൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ധനലക്ഷ്മി. വീണ്ടും വിളിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്ത് പത്മജ. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു പത്മജ? ചങ്ങനാശ്ശേരി എന്നാണ്. ഓക്കെ, പത്മജ ചേച്ചി നിൽക്കുന്നിടത്ത് റേഞ്ച് ഇല്ലേ എന്നൊരു സംശയമുണ്ട്, കാരണം പറയുന്നതിന്റെ ആദ്യം ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അവിടെ എന്താ മഴയാണോ ഇപ്പോ? മഴയൊന്നുമില്ല. ശരി, ഓക്കെ, ശരി. അപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 2 മക്കള്. വീണ, വിപിൻ. വീണ ഇവിടെ ചങ്ങനാശ്ശേരി CBSE സ്കൂളിലെ ടീച്ചറാണ്. മോൻ ആലുവ ഫെഡറൽ ബാങ്കില് മാനേജറാണ്. അപ്പൊ വളരെ സീനിയർ ആയ ആളാണല്ലേ, എന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞത്. ഓക്കെ പത്മജ ചേച്ചി, എന്തൊക്കെയുണ്ട് പിന്നെ? സുഖല്ലേ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ അടിച്ചു പൊളിച്ചു. മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഓണത്തിന്? എല്ലാ മക്കളെല്ലാരും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടന്റെ ചേട്ടൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ നല്ല അടിപൊളി. എന്ത് വേണം, അതാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം. അതാണ് ഇങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ, ഓണമൊക്കെ അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 41. ഓക്കെ, 41 ഉള്ളിൽ സ്വർണ്ണം എടുത്ത്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല പത്മജ ചേച്ചി. അപ്പം ചേച്ചിക്ക് അയക്കോ? ആദ്യം നോക്കാം. ഓക്കെ, 41 ഞാൻ തുറക്കാൻ പോവാണ്. എനിക്കൊന്ന് തുറക്കുമ്പോൾ ഉള്ളത് കാണാൻ വേണ്ടി TV-യുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആള്. 41-ന്റെ ഉള്ളിൽ അയ്യോ സ്വർണ്ണം ഇല്ലല്ലോ. അത്ര അടുത്ത് TV-യുടെ അടുത്ത് പോകണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ തീരെ ഭാഗ്യമില്ലാത്ത ആളല്ല അല്ലേ? അല്ല. അപ്പൊ വീണ്ടും വിളിക്കുമെന്നല്ല, വിളിച്ചപ്പോ ഉടനെ കിട്ടിയല്ലോ. അത് തന്നെ, സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചി. വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, വളരെ നല്ലൊരു എന്താ പറയാ, ടു ദ പോയിന്റ് സംസാരിക്കുന്ന ഒരു നല്ലൊരു കോളറായിരുന്നു. പക്ഷെ അതിൽ കാര്യമില്ല, ചേച്ചിക്ക് എന്തെങ്കിലും സ്വർണം കിട്ടിയില്ല. ഇന്ന് ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല. ഇന്ന് കൂടുതലും എല്ലാവരും 40കളാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. 41, 44, 47, 48 പോയിട്ടുണ്ട്. ആരും പറയാത്തത് ഈ മുകളിലത്തെ ഭാഗമാണ്. 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ആരും തന്നെ പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ രഹസ്യം? ഓക്കെ, ആരെങ്കിലും പറഞ്ഞോ അതിൽ സ്വർണം വെച്ചിട്ടില്ല എന്ന്? ആരെങ്കിലും പറഞ്ഞോ? ശരി, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അസ്മ. എവിടുന്നാ വിളിക്കുന്നേ? ചുമ. എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് ചുമ. ഞാൻ ബ്രേക്ക് വരാൻ വെയിറ്റ് ചെയ്യാണ് ചുമയ്ക്കാൻ വേണ്ടിയിട്ട്. ശരി, സാരില്ല. എവിടുന്നാ വിളിക്കുന്നേ അസ്മ? UC കോളേജ് ആലുവ. ആലുവയെന്ന്? UC കോളേജിൽ നിന്നാണോ വിളിക്കുന്നേ? അല്ല, എന്റെ അടുത്തുനിന്ന്. ശരി, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നു ഒക്കെ പറയൂ. വീട്ടിലുള്ളവരെല്ലാവരും കല്യാണത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. ആഹാ, എല്ലാരും ചുമ ആയതുകൊണ്ടാണോ അസ്മ കല്യാണത്തിന് പോവാത്തെ? എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യാനുള്ള വീട്ടിലിപ്പ. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. കല്യാണം കഴിച്ച ആളാണോ, പഠിക്കുകയാണോ? അല്ല. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, ശരി, മനസ്സിലായി. അപ്പൊ അതെന്താ ഇതറിഞ്ഞാലല്ലേ എനിക്ക് ചേച്ചിന്ന് വിളിക്കണോ? ഇല്ലെങ്കിൽ എല്ലാരും പറയും ബഹുമാനം ഇല്ലാതെയാണ് ഈ കുട്ടി സംസാരിക്കണെന്നൊക്കെ പറയില്ലേ. അപ്പൊ അതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. ചേച്ചിന്ന് വിളിക്കാം. ശരി, ഓക്കെ. അപ്പം അസ്മ ചേച്ചി, എന്തുണ്ട് ഓണത്തിന്റെ സമയത്തൊക്കെ ഈ ചുമ ഉണ്ടായിരുന്നോ? അത് ഇപ്പൊ അടുത്താണോ തുടങ്ങിയേ? ഇല്ല, ഓണസമയത്തൊന്നും ഉണ്ടായില്ല. ഇപ്പൊ 2-3 ദിവസമായിട്ടാ? സാരില്ല. ഡോക്ടറെ കണ്ടുവോ? കണ്ടു. മരുന്നെടുക്കുന്നുണ്ട്? അത് നന്നായി. ചില ആൾക്കാർക്ക് ഈ സ്വയം ചികിത്സ മാത്രമേ ദഹിക്കുള്ളൂ, ഡോക്ടേഴ്സിന്റെ ചികിത്സ നടക്കില്ല. അതാണ്.
ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 45 സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അസ്മ നോക്കാൻ പോവാണ്. അപ്പൊ ഇതിനുള്ളിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ വരുമ്പോ എല്ലാവരുടെ അടുത്തും പറയാനൊരു സന്തോഷ വാർത്തയായി അല്ലേ? ശരി, അപ്പൊ 45 തുറക്കാൻ പോവാൻ നോക്കണേ. നോക്കിക്കോ. കൺഗ്രാറ്റുലേഷൻസ് അസ്മ. വയ്യ ഈശ്വരാ, എനിക്ക് വയ്യ. ചുമയൊക്കെ ആയിട്ട് പാവം കല്യാണത്തിനും പോവാൻ പറ്റാതെ വിഷമിച്ചിരുന്ന ആൾക്ക് സന്തോഷായില്ലേ? സന്തോഷായി. കൊറേ പ്രാവശ്യം കിട്ടി, പക്ഷെ സ്വർണ്ണം കിട്ടിയില്ല. അതാണോ ഇത്തവണ സ്വർണം കിട്ടിയില്ലോ അല്ലേ? അപ്പൊ എന്തായാലും വീട്ടിലേക്ക് സ്വർണം എത്തും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എല്ലാരും വരുമ്പോ ഒരു വലിയൊരു വാർത്തയായിരിക്കും പറയാൻ അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് ഞാൻ സംസാരിപ്പിക്കുന്നില്ല, ചുമയൊക്കെ ഉള്ളത് കൊണ്ട്. ഹാപ്പി ആയിട്ട് ഇരിക്കൂ, റിലാക്സ് ചെയ്തിരിക്കൂ, ബാക്കി പരിപാടി കാണൂ കേട്ടോ. താങ്ക് യു ചേച്ചി, ബൈ, ടേക്ക് കെയർ. അയ്യോ, സൗണ്ടൊക്കെ അങ്ങ് മാറിയിരിക്കുകയാണ് ആളുടെ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മളെ ഇന്ന് സൗണ്ടും ചുമയും ഒന്നും നമ്മളെ തളർത്താൻ പറ്റില്ല. കാരണം അത്ര വലിയൊരു സമ്മാനമല്ലേ അടിച്ചിരിക്കുന്നത്, സ്വർണ്ണ നാണയം എന്ന് വെച്ചാൽ. ആ സ്വർണ്ണ നാണയത്തിനെക്കാട്ടിലും നമുക്കൊരു വലിയ സർപ്രൈസാണ്. ആ സർപ്രൈസാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ സ്വർണം അസ്മ ചേച്ചിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഓക്കെ, അടുത്ത കോളർ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഹാന. അമാന. എവിടുന്നാ വിളിക്കണേ അമാന? എവിടുന്നാ കുട്ടി? കേട്ടില്ലല്ലോ. തുറമൂർ. ശരി, എന്തൊക്കെയുണ്ട്? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 6th-ലാണോ? എന്നിട്ട് ഓണം അവധിയൊക്കെ കഴിഞ്ഞു, ക്ലാസ് ഒക്കെ തുടങ്ങിയോ? എന്നിട്ട് പരീക്ഷ ഓണത്തിന് മുൻപായിരുന്നോ അതോ ഇപ്പോഴാണോ ഇനി പരീക്ഷ? ഓണത്തിന് മുൻപായിരുന്നു. മാർക്കൊക്കെ കിട്ടിയോ? എന്നിട്ട് അതിന്റെ ക്ഷീണൊക്കെ ഉണ്ടോ? ശരി, ഓക്കെ. പാട്ട് പാടുവോ അമ്മാന? അന്ന് വിളിച്ചപ്പോ പാട്ട് പാടിയില്ല. അപ്പൊ ഇത്തവണ എന്തായാലും പാടണം അല്ലേ? പാടിക്കോളൂ. അടിപൊളി. ഇത് മറ്റേ സിനിമ ഏതായിരുന്നു? നമ്മുടെ പ്രിയ വാര്യറിന്റെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അഡാർ ലവ്. ഒരു അഡാർ ലവ് അതിനകത്തെ പാട്ടാണ് അല്ലേ? അതൊന്നും എനിക്കറിയില്ല. പാട്ട് ഞാൻ പഠിച്ചു, പാടി. ഇത്രയും പോരെയെന്ന്. നന്നായി പാടി മോളെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അമ്മാനക്കുട്ടി നമ്പർ പറഞ്ഞാട്ടെ. 14 അമ്മാന പറഞ്ഞിരിക്കുന്ന നമ്പർ. തുറന്നു നോക്കാൻ പോവാണ് മോളെ. ആന്റി തുറക്കട്ടെ? നോക്കിക്കോളൂ. അയ്യോ, നോക്കണ്ടായിരുന്നു. അതിനകത്ത് സ്വർണ്ണം ഇല്ല അമ്മാന. വിഷമായോ? പിന്നെ സന്തോഷിക്കാൻ പറ്റുമോ സ്വർണ്ണം ഇല്ലെന്ന് അറിഞ്ഞാൽ അല്ലേ? സാരില്ല. എന്തൊരു ചോദ്യം അത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളൂ? എല്ലാവരുടെ മുൻപിൽ നമ്മൾ നല്ല തലയുയർത്തി നിന്ന് തന്നെ പറയണം വിളിച്ചു കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് കേട്ടോ. ആരും കളിയാക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ശരി, ഓക്കെ അമാന, താങ്ക് യു, ബൈ. ഓക്കെ, കുട്ടികളോടൊക്കെ നമുക്ക് സ്വർണ്ണം ഇല്ലാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുതിർന്നവരാകുമ്പോൾ അതിന് ആ സെൻസിലെടുക്കും. കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിഷമാവും. സാരില്ല അമാന, വീണ്ടും വിളിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കുമാരി. എവിടുന്നാ വിളിക്കണേ? പാറശാല. ശരി. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കുക. ടെലിവിഷനിൽ ശ്രദ്ധിക്കാതെ വേറൊരു മുറിയിൽ മാറി നിന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. കുമാരി എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. ശരി, ഓക്കെ. അപ്പൊ ചേച്ചി വളരെ സന്തോഷം വിളിച്ചതിൽ. നമ്പർ പറയാമോ? 63. ഓക്കെ,
63-ൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുമാരി ചേച്ചി, ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ശരിക്കും നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് ഭർത്താവും മകനും ഉണ്ട്. അപ്പൊ രണ്ടുപേരും ഇപ്പൊ TV കാണുന്നുണ്ടോ? ആ സാരില്ല. ഓക്കെ, അപ്പൊ എന്തായാലും സാരില്ല, ഇത്തവണ 63-ൽ സ്വർണ്ണം ഇല്ല. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് കുമാരി ചേച്ചിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ റോസിൽ നിന്നും നമ്പേഴ്സ് പോയിട്ടുണ്ട്. എങ്കിലും ഏറ്റവും കുറവ് ആദ്യത്തെയും അവസാനത്തെയും റോസാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ഉഷാറാവട്ടെ. വീണ്ടും വിളിക്കുക. നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേന്ദ്രൻ. നേരത്തെ വിളിച്ച രാജേന്ദ്രൻ ആണോ? അല്ല, ഇത് വേറെ രാജേന്ദ്രൻ. എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരത്ത് എവിടെയാ രാജേന്ദ്രൻ? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ വർക്കാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കപ്പം ഭാഗ്യ പരീക്ഷണത്തിലേക്ക് കടക്കാം അല്ലേ? ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. നമ്പർ 15. 15. ഓക്കെ, രാജേന്ദ്രൻ ഷുവർ ആണോ? നോക്കാം. ശരി, അപ്പൊ 15 ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. രാജേന്ദ്രൻ നോക്കിക്കോളൂ. അയ്യോ, രാജേന്ദ്രൻ സ്വർണ്ണം ഇല്ല. സാരില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ? വീട്ടില് ഭാര്യ, 2 മക്കള്. ആഹാ, മക്കളുടെ അനക്കൊന്നും കേൾക്കണില്ലല്ലോ. മാറേന്ദ്രനാണോ സംസാരിക്കണേ? മക്കളൊക്കെ കൊച്ചുകുട്ടികളാണോ? അതെ. ഒരാള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും കൂടെ എങ്ങനെയാണ് വീട് തലതിരിച്ച് വെക്കോ? മേളമായിരിക്കും അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളെ വിളിച്ചത് രാജേന്ദ്രനാണ്. രാജേന്ദ്രനും പറഞ്ഞ നമ്പർ എനിക്ക് തോന്നുന്നു 15 ആണ്. അതിലും സ്വർണം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാമോ പ്ലീസ്? ഹലോ, കേക്കാലോ അല്ലേ? ശരി, പേര് പറയാമോ? പേര് സതീഷ് കുമാർ. എവിടുന്നാ വിളിക്കണേ? ഞാൻ കുന്നംകുളം, തൃശ്ശൂർ ജില്ല. ശരി, എന്ത് ചെയ്യുന്നു? ഞാന് ഗൾഫിലായിരുന്നു വന്നിട്ടുള്ളത്. ലീവിന് വന്ന അപ്പൊ തിരിച്ചു പോവും അല്ലേ? തിരിച്ചു പോകും. എവിടെയാ? ഗൾഫിൽ എവിടെയാ? ഞാൻ ദുബായിലാണ്. ദുബായിലാണ് അല്ലേ? എങ്ങനെയുണ്ട് ദുബായ് ലൈഫ് ഒക്കെ? കുഴപ്പമില്ല, അടിപൊളിയാ. അടിപൊളിയല്ലേ? ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അവിടെ? അവിടെ സെറ്റിൽ ആവാനാണോ താല്പര്യം, അതോ നാട്ടിലേക്ക് വരുമോ കുറെ കഴിഞ്ഞിട്ട്? നാട്ടിലേക്ക് കുറെ കഴിഞ്ഞ് വരും. ഓക്കെ, ശരി. ഓക്കെ, അപ്പം എത്ര നാളത്തെ ലീവ് ഉണ്ട്? 2 മാസം ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സതീഷ്. 20 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. നമുക്ക് നോക്കാം 20-ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. അതെ, ഇപ്പം നമ്മൾ ഈ ചില ഇതൊക്കെ കാണാറില്ലേ, റീലൊക്കെ കാണാറുണ്ട്. അവധിക്ക് വരുമ്പോ ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാം ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരും വീട്ടുകാര്. പിന്നെ തുണി അലക്കുക, പാത്രം കഴുകുക, ഈ ജോലികളൊക്കെ നമുക്ക് തന്നിട്ട് അവസാനം നമ്മൾ കട്ടയമാക്കി പോകുന്നത്. അല്ല, അതുപോലാണോ സതീഷിന്റെ അവസ്ഥ? വീട്ടില് എല്ലാരും ഭയങ്കര സ്നേഹമാണോ? തിരിച്ചു വന്നപ്പോ ഭയങ്കര സ്നേഹമാണോ എല്ലാവർക്കും? അതെ, അതൊന്നും കുഴപ്പമില്ല. കുട്ടിയുണ്ട്, കല്യാണം മോളുണ്ട്. ആഹാ, അത് ശരി. ഓക്കെ, അപ്പൊ മോള് ഏത് ക്ലാസ്സിലാണ്? 1.5 വയസ്സായിട്ടുള്ളൂ. ശരി, അപ്പൊ മോളുടെ ഒക്കെ സമയം ചെലവഴിക്കൂ. വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ശരിക്കും നമ്മൾ പറയാറില്ലേ, ഹോസ്റ്റലിലൊക്കെ പോകുന്നവര് അവധിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് അവധിക്ക് വരുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഭയങ്കര എനിക്ക് എന്താ ഇഷ്ടം എല്ലാം, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നമ്മുടെ തലയിലാണ്. അത് അവിടെ വൃത്തിയാക്കും, ഇവിടെ വൃത്തിയാക്കും, അത് അവസാനം പോകുന്നത്. അതുപോലെ ആയിരിക്കും സതീഷിൻ്റെ അവസ്ഥ. 2 മാസത്തെ അവധി ഉണ്ട്. ആ 2ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും സതീഷിനെ തിരിച്ച് പോയാൽ മതി എന്നായിരിക്കും. ചുമ്മാ പറയണതാ കേട്ടോ. ഓക്കെ, അടുത്ത കോളർ. ഹലോ,
ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സ്വാതി. സ്വാതി എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം. ശരി സ്വാതി, എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? കുഴപ്പമില്ലായിരുന്നു. എന്താ ചെയ്യുന്നത് ആ പറഞ്ഞോ സ്വാതി. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. ഇത്തവണത്തെ ഓണം ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ സ്വാതി എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ വീട്ടിലിരിക്കാണ് അല്ലേ? അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, അച്ഛനമ്മ, പിന്നെ മോളുണ്ട്. മോളുണ്ട്. ഓക്കെ ശരി. നാത്തൂൻ, മോന്. അപ്പൊ വലിയ കുടുംബമാണ് അല്ലേ? ശരി സ്വാതി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 29. സ്വാതി പറഞ്ഞിരിക്കുന്ന നമ്പർ 29 ആണ്. 29 സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്വാതി, ആർ യു റെഡി? നോക്കിക്കോളൂ. അയ്യോ സ്വാതി, സ്വർണ്ണം ഇല്ലല്ലോ. മോള് പറഞ്ഞ നമ്പറാണ്. ആരാ? മോളാണോ? മോള് എത്ര വയസ്സായി? ഏത് ക്ലാസ്സിലാ? ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. സംസ്കൃതി. എനിക്ക് ഓർമ്മയുണ്ട്, പേര് ഓർമ്മയുണ്ട്. മോള് ഏത് ക്ലാസ് ആയിരുന്നു? എന്താ ചെയ്യുന്നേ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. സാരില്ല. മോളൂട്ടിയുടെ അടുത്ത് വീണ്ടും വിളിക്കണമെന്ന് പറയൂ. ഇപ്പം കഴിഞ്ഞ അവിടെ വിളിച്ചപ്പം സ്വർണം കിട്ടിയിരുന്നോ? കിട്ടിയില്ല. സാരില്ല. 1 പിഴച്ചാൽ 3. അപ്പൊ 3-ാം പ്രാവശ്യം വിളിക്കുമ്പോ കിട്ടും കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആകെ ഒരാൾക്ക് മാത്രമേ സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി ആർക്കും തന്നെ സ്വർണം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇനി സമയമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വാട്സാപ്പിലേക്ക് നമുക്ക് ധാരാളം മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷേ ആ നമ്പറിലേക്ക് കോൾ ചെയ്യരുത്. ഞാൻ വീണ്ടും പറയാണ്, ദയവായി ആ നമ്പറിലേക്ക് കോൾ ചെയ്യരുത്. ഓക്കെ, മെസ്സേജിന് വേണ്ടി മാത്രമുള്ള നമ്പറാണത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ഷാജി. ഷാജി എവിടുന്നാ വിളിക്കുന്നേ? പുനലൂരിന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ സർവീസിലാണ്, സെൻട്രൽ ഗവൺമെന്റ് സർവീസിലാണ്. ഓക്കെ, എന്ത് പ്രൊഫൈലാണ് സെൻട്രൽ ഗവൺമെന്റില്? ഞാൻ ഡിഫൻസിന്റെ അണ്ടറിൽ വരും. വെരി നൈസ്. ഓക്കെ ശരി. അപ്പം എവിടുന്നാണോ വർക്ക് ചെയ്യുന്നത്? എവിടെയാ പോസ്റ്റിംഗ്? എവിടെയാ? ഇപ്പൊ ഞാൻ വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ നാട്ടിലിപ്പോ കുറച്ച് നാളത്തേക്ക് വന്നേക്കാണോ? ലീവിലാണ്. എന്നാ തിരിച്ച്? നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പൊ നാട്ടിൽ വരുമ്പോ നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് വരില്ലേ? അങ്ങനെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടോ മനസ്സിൽ? അങ്ങനെ നാട്ടിലിപ്പോ പല കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവും. അത് ലീവിലൊക്കെ ചെയ്തു തീർത്തിട്ടാണ്. ഓക്കെ ശരി. ഓക്കെ, അപ്പം എന്താണ് ഈ വെസ്റ്റ് ബംഗാളിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ് അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? എന്തൊക്കെയാ? വെസ്റ്റ് ബംഗാളിൽ ഞാനിപ്പോ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു 4-5 കൺട്രിയുടെ മീറ്റിംഗ് പോയിന്റ് ആണ്. സിലിഗുരി അല്ലേ? അതെ. ഓക്കെ, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള സ്ഥലമാണ് അത്. അതെ, സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഗുഡ്. നല്ല കാര്യം. എന്തായാലും അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 34. ഓക്കെ, 34ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. ഞാൻ ഈ പേര് മറന്നു കേട്ടോ. ഒരുപാട് നല്ല നല്ല ഡീറ്റെയിൽസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആ പേരിന് മറന്നു. എന്താ പേര്? വിളിക്കുന്ന ആളുടെ? ഷാജി. യെസ്, എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അപ്പൊ പേരങ്ങ് വിട്ടുപോയി. ഓക്കെ ഷാജി, അപ്പം ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. ഓക്കെ, ഇനിയും നമ്മുടെ നാട്ടിലുള്ള ബാക്കി ദിവസങ്ങൾ സന്തോഷപൂർവ്വം ആഘോഷിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. നമ്മളെ വിളിച്ചത് ഷാജിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഡിഫൻസ് സർവീസിലാണ്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്താണ് പോസ്റ്റിംഗ്. ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മുടെ നാടിൻ്റെ വില ശരിക്കും മനസ്സിലാവുന്നത്. ദൂരെയൊക്കെ പോയി കുടുംബത്തിൽ നിന്ന് മാറിയൊക്കെ താമസിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു വില മനസ്സിലാവുക. നമുക്കൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ കേരളം അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷൈജു. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ഷൈജു എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, ഷൈജു എന്താ ചെയ്യുന്നു? ഡ്രൈവറാണ്.
ഓക്കെ, ശരി. എങ്ങനെയാണ് ഈ ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമാണോ? ലോങ് ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങൾ എങ്ങോട്ടൊക്കെയാ? അല്ല, ടൂറ് ശബരിമല അല്ലേ? ലോങ് ടൂറ്. ആ, ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇന്ന് ഞായറാഴ്ച ആയിട്ട്? വീട്ടില് വൈഫ്, 2 മക്കൾ. ആ, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമുക്കൊരു സ്വർണ്ണ നാണയം, അല്ല ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും വേണ്ടി ഒരു സ്വർണ്ണ നാണയം നമുക്ക് നോക്കാം ഇന്ന് കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ പറഞ്ഞാട്ടെ. 55. ഓക്കെ, നമ്മുടെ ഷൈജുവിന് ഒരു സ്വർണ്ണ നാണയം 55-ൻ്റെ ഉള്ളിലുണ്ടോ നമുക്ക് നോക്കാം. 55 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ ഷൈജു, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരില്ല ഷൈജു, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ടേക്ക് കെയർ, ബൈ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട സമയം അവസാനിക്കുകയാണ്. ടടാങ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അയക്കുന്ന മെസ്സേജസ് ഞങ്ങൾ പരിഗണിക്കില്ല, വീണ്ടും പറയാണ്. അതുകൊണ്ട് വീണ്ടും ദയവായി അതിലേക്ക് മെസ്സേജ് അയക്കരുത്. ഇതുവരെയുള്ള മെസ്സേജസിൽ നിന്നും കോൾസ് വരുന്നവർ പറയാത്ത നമ്പേഴ്സിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ആ ആളുടെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഷോ. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? റസ്ന അല്ലേ? റഫ്ന എവിടുന്നാ വിളിക്കുന്നേ? പാപ്പനംകോടുന്ന്. ഓക്കെ, ആരൊക്കെ ഉണ്ട് വീട്ടില്? ഹസ്ബൻഡും ഞാനും. ഓക്കെ, മക്കളൊക്കെ ഇല്ല. ഓക്കെ, റഫ്ന എന്താണ് വോട്ട് യു ഡു? എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫാണ്. എന്തൊക്കെയാ ചെയ്യാൻ ഇഷ്ടമുള്ള ഹോബീസ് എന്തൊക്കെയാ റഫ്ന? ഹോബീസ് എങ്ങനെ, പുസ്തകം വായിക്കും. ഭയങ്കര ഇഷ്ടമാണ്. എന്താ? യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഭാര്യ ഭർത്താവും കൂടെ യാത്ര ചെയ്യും? ഇത്രയും. ഓക്കെ, ശരി. അപ്പം യാത്ര ചെയ്യുന്ന ഇഷ്ടമുള്ള റഫ്നയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറയൂ. 12. 12-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 12 ഞാൻ തുറക്കാൻ പോവാണ്. റഫ്ന, സോറി റഫ്ന, സ്വർണ്ണം ഇല്ല. ഓക്കെ, സാരില്ല. റഫ്ന വീണ്ടും വിളിക്കുക. ഓക്കെ, ഹസ്ബൻഡിനോടും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. ടോക്ക് ടു യു സം ടൈം ലേറ്റർ. ബൈ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിന്റെ അടുത്ത ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾസ് വഴിയും വാട്സാപ്പ് വഴിയും നിങ്ങൾക്ക് ഇതിൽ സ്വർണം നേടാൻ സാധിക്കും. വാട്സാപ്പിൻ്റെ അയക്കേണ്ട സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വാട്സാപ്പിൽ വന്ന മെസ്സേജസ് എല്ലാം നോക്കി ആർക്കാണ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഏകദേശം ഐഡിയ എന്ന് വെച്ചാൽ ഇനിയും കോൾസ് വരാനുണ്ട്. അപ്പം കോളേഴ്സ് പറയാത്ത നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ്, പറയാത്തതെന്നല്ല, കോളേഴ്സ് പറഞ്ഞിട്ട് അതിൽ സ്വർണം കിട്ടിയിട്ടില്ല, അതിൽ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതല്ലാത്ത നമ്പേഴ്സ് ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അവസാനം മാത്രമേ നമുക്ക് ആ ഫൈനൽ വിന്നറിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തായാലും മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കോൾസ് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീകല. എവിടുന്നാ വിളിക്കുന്നേ? പൂജപ്പുര. ആഹാ, ആരൊക്കെയുണ്ട് വീട്ടില്? ശ്രീകല. ഹസ്ബൻഡും 2 മക്കളും, 2പേരുടെയും കല്യാണം കഴിഞ്ഞു. ഓക്കെ, ശരി. 2പേരും ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാണ്. ഓക്കെ, ശരി. എങ്ങനെയാണ് അവരെ കാണാൻ കിട്ടാറുണ്ടോ? ഭയങ്കര ബിസിയാണോ
മോനും മരുമോളും വീട്ടിലുണ്ട്. ആ മോള് ഹസ്ബൻഡ് വീട്ടില്. ഓക്കെ. മോൻ IBSല്, മോള് TCSല്. ആഹാ, അത് ശരി. മോൻ IBSലാണ്. അപ്പൊ എനിക്ക് അറിയായിരിക്കും. അതെ, ഞാൻ IBSലായിരുന്നു. ഒരു രാജീവ്. ആ അത് ശരി. 10 വർഷമായിട്ട് ഞാൻ IBSലായിരുന്നു. പിന്നെയാണ് അവിടെ. അറിയാം. ഓക്കെ, ശരി. മരുമോളും അവിടെയാണോ? മരുമോള് SBIയില്. ഓക്കെ. അപ്പം എല്ലാരും വെൽ സെറ്റിൽഡ് ആൻഡ് വെരി മച്ച് ഏർണിംഗ് അല്ലേ? അതെ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 54. 54 ആണോ ഉദ്ദേശിച്ചത്? 64. അപ്പൊ ശ്രീകല ചേച്ചി പറഞ്ഞിരിക്കുന്നത് 64 എന്ന നമ്പറാണ്. ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. 64. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരല്ല. ശ്രീകല ചേച്ചി എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? റിട്ടയർ ആയതാണോ? ഞാൻ ഹിന്ദി പ്രചാര സഭയിൽ വർക്ക് ചെയ്തിരുന്നു. ഹിന്ദി പ്രചാര സഭയിൽ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. വിളിച്ചതിൽ വീണ്ടും വിളിക്കുക. ഓക്കെ, നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ നമുക്ക് നോക്കാം ആരാണെന്ന്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ. ആ, പേര് പറയൂ. ഡിനില അല്ലേ? ഡിനില എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കണ്ണൂരിന്നാ വിളിക്കുന്നത്. ഓക്കെ. ഡിനിലക്ക് എന്തെങ്കിലും ചെല്ലപ്പേരുണ്ടോ? ഡിനില? ഇല്ല. പക്ഷെ അങ്ങനെ പറയില്ലേ. ദിനു നല്ല പേരല്ലേ? ദിനു കൊള്ളാം. ഡിലിന്ന് വിളിക്കും. ശരി. പിന്നെ നല്ല ദേഷ്യത്ത് നിൽക്കുവാണെങ്കിൽ ഡീന്ന് വിളിക്കും അല്ലേ? ഡി. ശരി, ഓക്കെ. അപ്പൊ ദിലി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ദിലി 23. ഓക്കെ, 23ക്കുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. ഡിലി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മോളുണ്ട്. ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഡിലി 23 അല്ലേ പറഞ്ഞേ? അതെ, 23. തുറക്കട്ടെ ഞാന്? അതോ വേണ്ടേ? ശരി, തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. കൺഗ്രാറ്റുലേഷൻസ് ഡിലീന. കൺഗ്രാറ്റുലേഷൻസ്. ഓ, സന്തോഷായി അല്ലേ? ആര് ഈ നമ്പർ പറഞ്ഞു തന്നെ? എല്ലാ ആഴ്ചയും വിളിക്കലുണ്ട്, കിട്ടലില്ല. ബിസിയാണെന്ന് പറയുന്നത് റിങ്ങേ വരത്തില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഭാഗ്യത്തിന് വന്ന്. ഭാഗ്യത്തിന് നിന്നാണ് കിട്ടിയത് അല്ലേ? സാരില്ല. അപ്പൊ ഡിലീന, ഈ 23 പറഞ്ഞ ആരാ? 23 നമ്പർ പറയാൻ പറഞ്ഞു. ഓ, എനിക്ക് വയ്യ. സ്വന്തമായിട്ട് സെലക്ട് ചെയ്തു. എന്തൊരു അഭിമാനത്തോടെ നമുക്ക് വീട്ടുകാരോട് പറയാം അല്ലേ? അതാണ് ഡിലീന. അടിപൊളി. ഗുഡ് ചോയ്സ്. സോ കൺഗ്രാറ്റുലേഷൻസ്. സ്വർണ്ണം വീട്ടിലെത്തും. ഓക്കെ, എൻജോയ്. താങ്ക് യു സോ മച്ച്. ബൈ. ഡിലീനയാണ് നമ്മളെ വിളിച്ചത്. ഡിലീന അല്ലേ? ഡിലീനയാണ് വിളിച്ചത്. വളരെ ഡിഫറെൻ്റ് ആയൊരു പേരാണ്. പക്ഷേ ഭാഗ്യം അതുപോലെ ഡിഫറെൻ്റ് തന്നെയാണ്. കാരണം ഇതുവരെ വിളിച്ച് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയപ്പോൾ തന്നെ സ്വർണ്ണം അടിച്ചു. അതും വളരെ റെയർ ആൻഡ് യുണീക്കാണ്, പേര് പോലെ തന്നെ. ഓക്കെ, സോ എന്തായാലും എൻജോയ്. സ്വർണ്ണം വീട്ടിലെത്തുമ്പോൾ ഞങ്ങളെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത കോളർ. അപ്പോൾ ഇന്ന് നമുക്ക് 2 കോളേഴ്സിനാണ് സ്വർണ്ണം കിട്ടിയത്. അടുത്ത ആരാൻ നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹസീന. എവിടുന്നാ വിളിക്കണേ? മലപ്പുറം. ഓക്കെ, നേരത്തെ വിളിച്ചിട്ടുണ്ടോ ഹസീന? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഹസീന, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 68. 68. ഓക്കെ, 68-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹസീന, തുറക്കാൻ പോവാണേ. നോക്കിക്കോളൂ. അയ്യോ ഹസീന, സ്വർണ്ണം ഇല്ല. സാരില്ല, അത്രയല്ലോ കേട്ടോ. സാരില്ല, വീണ്ടും വിളിക്കാം. 68 അടയാൻ കൂട്ടാക്കുന്നില്ല. 68-ന് എന്തോ ഒരു വാശിയുണ്ട്. സാരില്ല. അപ്പൊ ഹസീന വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് ചെയ്യാം. 68 ആരും പറയാൻ പാടില്ല. ഓക്കെ, നമ്മുടെ അവസാനത്തെ കോളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ കോളറിന് സ്വർണം കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശോഭ. ആഹാ, നല്ല പേരാണല്ലോ. ശോഭ തന്നെയല്ലേ പറഞ്ഞേ? ഹലോ.
ഓക്കെ, ശോഭ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ നാവായിക്കുളം. നാവായിക്കുളത്ത് നിന്നാ വിളിക്കുന്നത്. ഓക്കെ, ശോഭ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. നമ്പർ 58. 58. ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. കുറച്ചു മുമ്പ് വിളിച്ച ആള് 68 പറഞ്ഞു. ശോഭ 58 പറയുന്നു. നോക്കാം നമുക്ക് 58 സ്വർണ്ണം ഉണ്ടോ നോക്കാം. ഓക്കെ, കാണാലോ അല്ലേ? ടി വി കാണുന്നുണ്ടോ? കാണാം. 58 തുറക്കാൻ പോന്നു. അയ്യോ, സ്വർണ്ണം ഇല്ല. ശോഭ അതന്നെ നമ്മുടെ ലാസ്റ്റ് കോളറായിട്ട് വിളിച്ച് കിട്ടുകയും ചെയ്തു. അതാണ് ഞാൻ 23 പറയണമെന്ന് ഞാൻ മുമ്പേ വിചാരിച്ചു. ഫസ്റ്റ് തൊട്ട് വിളിച്ചപ്പോഴേ പക്ഷെ അതങ്ങ് പോയി. അതിന് ശേഷമാണ് ഞാൻ എനിക്ക് ഈ കോള് കിട്ടിയത്. അതാണ് 23-നുള്ളിൽ സ്വർണ്ണവും ഉണ്ടായിരുന്നു. ഷോ ഭാഗ്യമില്ല. കുഴപ്പമില്ല, ഭാഗ്യമില്ല എന്നല്ല, അടുത്ത പ്രാവശ്യത്തേക്ക് ഭാഗ്യം. അടുത്തേനും വിളിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ശോഭ. വീണ്ടും വിളിക്കുക. ഓക്കെ, ബൈ. അടിപൊളി. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ നിമിഷങ്ങളുടെ വ്യത്യാസത്തിന് ഭാഗ്യം ഇങ്ങനെ തെന്നി പോവുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനിയും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ വാട്സാപ്പ് റിസൾട്ടാണ്. ഡും 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 ഡും, ഒരു ഹാർട്ട് ബീറ്റ് അല്ലേ? അപ്പോൾ ഒരാൾക്കാണ് നമുക്ക് വാട്സാപ്പ് അയച്ചതിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അത് കോട്ടയത്ത് നിന്നുള്ള വിനോദിനാണ് കിട്ടിയിരിക്കുന്നത്. വിനോദ് പറഞ്ഞ നമ്പർ 19. 19 ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വിനോദ് ഫ്രം കോട്ടയം കാണുന്നുണ്ടല്ലോ അല്ലേ? നോക്കിക്കോളൂ. കൺഗ്രാറ്റുലേഷൻസ് വിനോദ്. അങ്ങനെ നമുക്ക് വാട്സാപ്പ് വഴി നമുക്ക് ഇന്ന് സ്വർണം കിട്ടിയിരിക്കുന്നത് വിനോദിനാണ്. വിനോദേ, അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് നമുക്ക് കാണാം. എന്തായാലും കോൾസ് വഴി ഇന്ന് നമുക്ക് 2 പേർക്കാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. വാട്സാപ്പ് വഴി ഒരാൾക്കും കിട്ടിയിട്ടുണ്ട്. നോട്ട് ബാഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടെ മംഗളമായി ഒരു എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തും ത്രൂ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അതുവരെ എല്ലാവരും നല്ലൊരാഴ്ച ആയിരിക്കട്ടെ. അങ്ങോട്ട് ടേക്ക് കെയർ. ദിസ് ഇസ് ദീപ സൈനിങ് ഓഫ്. ciao. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.